മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 27 വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്നെ തള്ളിപ്പറയും. പത്രോസ് ചാടിക്കയറി പറഞ്ഞു, എല്ലാവരും ഇടറിയാലും ഞാൻ നിങ്ങൾ ഇടറുകയില്ല. കർത്താവ് പറഞ്ഞു, ഇന്ന് രാത്രി തന്നെ നീ ഇടറിയിരിക്കും, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. പത്രോസ് പറഞ്ഞു, ഞാൻ മരിച്ചാലും ഇല്ല. ഭയങ്കര ആവേശമാണ്. ഞാൻ മരിച്ചാലും നിന്നെ തള്ളിപ്പറയില്ല, മരിച്ചാലും നിന്നോടുകൂടെ മരിക്കാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. പത്രോസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരും അങ്ങനെ തന്നെ പറഞ്ഞെന്നാണ് പറഞ്ഞത്. പക്ഷേ ആദ്യം ചാടിക്കയറി പറഞ്ഞ ആര് തന്നെയാണ്? പത്രോസ് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, അവനവൻ്റെ മാനുഷിക ശക്തിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, അവൻ തള്ളിപ്പറയാണ്. അതേ അധ്യായത്തിൽ തന്നെ മർക്കോസ് സുവിശേഷം 14 അധ്യായത്തിൻ്റെ 66 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നടമുറ്റത്തിരുന്ന് തീ കായുന്നവനായ പത്രോസിനോട് ആ ഒരു ജോലിക്കാരി, ഒരു മെയ്ഡാണ്, ആ മെയ്ഡ് ഒരു സ്ത്രീ ജോലിക്കാരി, ബാല്യക്കാര്യത്തിൽ നിന്ന് എഴുതിയിരിക്കുന്ന ജോലിക്കാരിയാണ്, വേലക്കാരി വന്നിട്ട് ചോദിച്ചു, നീയും നസ്രായനായ യേശുവിൻ്റെ കൂടെ ഉള്ള ആളാണോ? നീയും എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ബാല്യക്കാരി ഇത് ചോദിക്കാനുള്ള കാര്യം, യോഹന്നാൻ്റെ കൂടെയാണ് ഇവനത് അകത്ത് കടന്നത്. യോഹന്നാൻ നേരത്തെ തന്നെ ഇവരോട് പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ ശിഷ്യനാണെന്ന്. പക്ഷേ പത്രോസ് അത് പറഞ്ഞില്ല. ഇതൊക്കെ വാസ്തവത്തിൽ ഈ കർത്താവിനുള്ള സ്നേഹവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്ത് പറയാൻ തയ്യാറാണ്. യോഹന്നാൻ വാസ് റെഡി ടു സേ ഐ ആം എ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പക്ഷേ പത്രോസ് എന്ത് ചെയ്യുന്നു? പത്രോസ് വളരെ വേലയൊക്കെ ഇറക്കിയിട്ട് പറയുകയാണ്, എന്ത് നീ പറയുന്നത് പോലെ എനിക്ക് നീ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു സേ. നീ എന്താ പറഞ്ഞേ? എനിക്ക് തിരിയുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അവിടെ പറഞ്ഞിരിക്കുന്നത് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു സേ. ഞാനാണോ അല്ലയോ എന്നൊന്നല്ല പറയുന്നത്. ഞാൻ ഐ ആം നോട്ട് എ ഡിസൈപ്പിൾ. അവൻ ഉരുണ്ട് കളിക്കുകയാണ് 3 പ്രാവശ്യം. നിങ്ങൾക്കറിയാമല്ലോ, പത്രോസ് തള്ളി പറഞ്ഞു, എന്നാൽ ദൈവം അവനെ യഥാസ്ഥാനപ്പെടുത്തുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ ആദ്യം കാണുന്നത് പത്രോസ് വന്നിട്ട് പറയുകയാണ്, എന്താ വലിയ ഒരു മീൻപിടുത്തമൊക്കെ നടത്താനായിട്ട് അവൻ ഇറങ്ങി പുറപ്പെടുകയാണ്. ശരിക്കും പറഞ്ഞ ഒരു വലിയ പിന്മാറ്റക്കാരനെ നമ്മളവിടെ കാണുന്നത്. അവൻ ശരിക്കും ഒരു പിന്മാറ്റക്കാരൻ. അവൻ അന്നേരം കർത്താവിനെ തള്ളി പറഞ്ഞെന്ന് മാത്രമല്ല, അതിനും അപ്പുറത്ത് ഇപ്പം പിന്നെയും എന്ത് ചെയ്യുകയാണ്? ഈസ് ഗോയിങ് ബാക്ക് ടു അവൻ്റെ ജോബിലേക്ക് അവൻ പോവുകയാണ്. ശരിക്കും പത്രോസ് അവിടെ ഒരു പിന്മാറ്റക്കാരനായിട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ ആ പിന്മാറ്റക്കാരനായ പത്രോസിന് ദൈവം എന്ത് ചെയ്തു? ഇഷ്ടം പോലെ മീൻ കൊടുത്തു. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, പിന്മാറ്റക്കാർക്ക് ദൈവം കൂടുതൽ ബ്ലെസ്സിങ് കൊടുക്കുന്നതെന്നാണ്. ഒരു സ്തോത്രവുമില്ല. ബ്ലെസ്സിങ് കൂടുതൽ കൊടുക്കുന്ന ആർക്കാണ്? പിന്മാറ്റക്കാർക്ക്. കാര്യം ദൈവം അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാ പത്രോസേ നീ മീൻ പിടിക്കാനായിട്ട് ഇത്രയും പരിശ്രമിച്ച് പോകുന്നത്? വല്ലതും കിട്ടിയോ? അതുമില്ല. അവർ രാത്രി അധ്വാനിച്ചിട്ട് എന്ത് ചെയ്തില്ല? മീനൊന്നും കിട്ടിയില്ല. മീൻ കിട്ടാഞ്ഞപ്പോൾ കർത്താവ് വന്നിട്ട് പറഞ്ഞു, നിന്റെ സകല അധ്വാനം കൊണ്ടും കിട്ടാത്ത മീൻ 1 നിമിഷം കൊണ്ട് ഞാൻ തരാം. കർത്താവ് അവനൊരു പാഠം പഠിപ്പിക്കുകയാണ്. പിന്മാറ്റക്കാരനായ പത്രോസിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ ഈ അനുഗ്രഹം കൊടുത്തത്. അല്ലാതെ പത്രോസിൻ്റെ വിശ്വാസത്തിൻ്റെ വലിയ പത്രോസ് വിശ്വാസത്താൽ പത്രോസ് വലിയ മീൻ പിടുത്തം. എന്താ വിശ്വാസം? പത്രോസിന് ഒരു വിശ്വാസം ഇല്ലാതിരുന്നപ്പോഴാണ് അവന് മീൻ കൊടുത്തത്. ഞാൻ പറയുന്നത് വേദപുസ്തകത്തിൽ നിന്ന് പ്രിയമുള്ളവരെ, നിങ്ങളുടെ മലയാളം വേദപുസ്തകം വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. പത്രോസിൻ്റെ വിശ്വാസത്തിന് പ്രതിഫലമായിട്ട് കൊടുത്തതൊന്നുമല്ല മീൻകൂട്ടം, അവൻ്റെ പിന്മാറ്റത്തിന് കൊടുത്തതാണ്, ഒരു പാഠം പഠിപ്പിക്കാൻ കൊടുത്തതാണ്. എന്നിട്ട് അവൻ കയറി വന്നപ്പോൾ കർത്താവ് അവനെ യഥാസ്ഥാപനപ്പെടുത്തേണ്ടതിന് അവനൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. പിന്മാറ്റക്കാർക്ക് ബ്ലെസ്സിങ്ങും ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. കർത്താവ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മളവിടെ വായിക്കുമ്പോഴത്തേക്ക് നമ്മളവിടെ കാണുന്ന 9-ാമത്തെ വാക്യത്തിൽ, അവൻ കരക്കിറങ്ങിയപ്പോൾ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. അതായത് ഇവൻ മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ടല്ല, അവൻ്റെ മീൻ അല്ല കർത്താവ് ചുട്ടുകൊടുക്കുന്നത്. ജീസസ് ഈസ് മേക്കിംഗ് എ ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ഹിസ് ബാക്സ്ലിഡൻ അപ്പോസിൽ. അവൻ്റെ പിന്മാറ്റക്കാരനായ ശിഷ്യന് കർത്താവ് വലിയ മീൻപിടുത്തവും മീനും ബ്രേക്ക്ഫാസ്റ്റും കൊടുക്കുകയാണ്. മോനെ കഴിക്ക്. ഇതാണ് കർത്താവ് പിന്മാറ്റക്കാരെ മടക്കി വരുത്തുവാൻ ഉപയോഗിക്കുന്നതായ തന്ത്രം എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ക്രാഫ്റ്റിനെസ്, ബട്ട് വാട്ട് ഐ സേ, ദിസ് ഈസ് ദ വേ ഓഫ് ഗാഡ്. വന്നിട്ട് പത്രോസേ നീ എന്തുവാ ഞാൻ ഉയർത്തെഴുന്നേൽക്കത്തില്ലെന്ന് ചിന്തിച്ചല്ലേ? എന്തുവായിരുന്നു അന്നൊക്കെ പറഞ്ഞത്? വലിയ വർത്തമാനം പറഞ്ഞിട്ട് ഒരു വേലക്കാരിയുടെ മുമ്പിൽ നാണമില്ലായിരുന്നോടാ എന്നെ തള്ളിപ്പറയാൻ എന്ന് വല്ലതും കർത്താവ് ചോദിച്ചോ? ഹി ഡസൻറ്റ് സേ എനിത്തിങ്. ഒന്നും പറയുന്നില്ല. മോനെ വിശക്കുന്നു, രാത്രി മുഴുവൻ കടലിലല്ലായിരുന്നോ, വന്നാട്ടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാട്ടെ. കർത്താവ് നമ്മളോട് എത്ര സ്നേഹമായിട്ട് ഇടപെടുന്നത്. നമ്മളെത്ര അവിശ്വസ്തരായിരുന്നപ്പോഴും നമ്മളെ മടക്കി വരുത്തേണ്ടതിന് നമ്മളെ തേടി വരുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഈ 4 ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. തേടി വരുന്ന ദൈവം. അവർ ഗാഡ് ഈസ് എ ഗാഡ് ഹു സീക്ക് നോട്ട് ടു കണ്ടംൻ അസ്. നമ്മളെ കളിയാക്കാനല്ല, നമ്മളെ ശിക്ഷിക്കാനല്ല, നമ്മളെ വെറുപ്പിക്കുവാനല്ല. അവൻ വരുന്നത് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുവാനാണ്. ഈസ് കമ്മിങ് ബാക്ക്. എന്നിട്ട് നമ്മൾ പത്രോസിനെ വിളിച്ച് പെരിയെ കർത്താവ് പറഞ്ഞു, ബ്ലെസ്സിങ്ങും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് കർത്താവിനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, മോനെ
നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിനക്ക് വേണമെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് തരാൻ പറ്റും, നിനക്ക് വേണമെങ്കിൽ നിനക്ക് ഇഷ്ടം പോലെ മീൻ തരാനും പറ്റും. ഇതൊക്കെ എനിക്ക് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്, ശരിയല്ലേ? കർത്താവിന് നമുക്ക് മീൻ തരിക എന്ന് പറഞ്ഞാൽ വല്ല പ്രയാസമുണ്ടോ? കർത്താവിന് നമുക്കൊരു വീട് തരിക എന്ന് പറഞ്ഞാൽ പ്രയാസമുണ്ടോ? കർത്താവിന് നമുക്കൊരു കാർ തരിക എന്ന് പറഞ്ഞാൽ പ്രയാസമുണ്ടോ? കർത്താവിന് നമുക്ക് പണം തരിക എന്ന് പറഞ്ഞാൽ പ്രയാസമുണ്ടോ? ഗോഡ് ക്യാൻ മേക്ക് യു റിച്ച്. ഇവിടെ ഇത് പഠിപ്പിക്കാനാണ് പിന്മാറ്റക്കാരനായ പത്രോസിന് കർത്താവ് ബ്ലെസ്സിങ് കൊടുത്തത്. കർത്താവ് പറയാണ്, എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിനക്ക് മീൻപിടുത്തം തരാം, എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിനക്ക് സമൃദ്ധി തരാം, എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിനക്ക് പണം തരാം. പക്ഷേ എൻ്റെ ചോദ്യം, നീ ഇതിനാണോ എൻ്റെ പുറകെ വരുന്നതെന്നാ? നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ മുൾമുന. ഇന്നും കർത്താവ് പറയുന്ന കാര്യം ഇതാണ്. എന്തിനാ നീ എൻ്റെ പുറകെ വന്നിരിക്കുന്നത് പത്രോസേ? മീൻ കിട്ടാൻ വേണ്ടിയാണോ? ജോലി കിട്ടാൻ വേണ്ടിയാണോ? കാറ് കിട്ടാൻ വേണ്ടിയാണോ? വീട് കിട്ടാൻ വേണ്ടിയാണോ? ഐ ക്യാൻ ഈസിലി ഗിവ് ഓൾ ദീസ് തിങ്സ്. എന്ത് വേണമെങ്കിലും എനിക്ക് തരാൻ പറ്റും. അതിന് വലിയ നിൻ്റെ വിശ്വാസമോ 41 ദിവസത്തെ ഉപവാസം ഒന്നും ആവശ്യമില്ല. 41 ദിവസം ഉപവാസം കൊടുത്തപ്പോഴാണോ കർത്താവ് പത്രോസിന് മീൻ കൊടുത്തത്? പിന്മാറ്റക്കാരനായ പത്രോസിന് മീൻ കൊടുത്തവനായ കർത്താവ്, തള്ളിപ്പറഞ്ഞവനായ പത്രോസിന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തവനായ കർത്താവ്. അതാണ് കർത്താവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇതൊക്കെ എനിക്ക് നിനക്ക് തരാൻ പറ്റും, പക്ഷേ ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആ ഒരു ചോദ്യമാണ് ഏറ്റവും പ്രധാനം. ബ്ലെസ്സിങ്ങിനും ബ്രേക്ക്ഫാസ്റ്റിനും പുറകെ പോകുന്നവൻ ഇപ്പോഴും പിന്മാറ്റക്കാരനാണ്. ബ്ലെസ്സിങ്ങിനും ബ്രേക്ക്ഫാസ്റ്റിനും പുറകെ പോകുന്നവരാണെന്ന് വിശ്വാസികളിൽ നല്ലൊരു ശതമാനവും, ബ്ലെസ്സിങ്ങും ബ്രേക്ക്ഫാസ്റ്റും പ്രസംഗിക്കുന്നവരാണ് നല്ലൊരു ശതമാനം പ്രസംഗകരും. എന്നാൽ കർത്താവ് ചോദിക്കുന്നത്, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? എങ്കിലേ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാൻ നിന്നെ ഏൽപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ബ്ലെസ്സിങ്ങും ബ്രേക്ക്ഫാസ്റ്റും നോക്കി നടക്കുന്നവനെ ദൈവത്തിന് അവൻ്റെ കുഞ്ഞാടുകളെ ഏൽപ്പിക്കാൻ മനസ്സില്ല. ഹല്ലേലൂയ. ഒരാളും ഹല്ലേലൂയ പറയുന്നില്ല. ഹല്ലേലൂയ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രോബ്ലം അതാണ്. God is looking for a person who consider Jesus more than everything else in this world. എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ പദവികൾക്കും അപ്പുറത്ത് യേശുവിനെ സ്നേഹിക്കുന്ന ഒരു ശുശ്രൂഷകനെ ദൈവം നോക്കി നിൽക്കുകയാണ് അവൻ്റെ കുഞ്ഞാടുകളെ ഫലമേൽപ്പിക്കാനായിട്ട്. ഹല്ലേലൂയ. ബ്ലെസ്സിങ് തലയ്ക്ക് പിടിച്ചവന് അവൻ്റെ കുഞ്ഞാടുകളെ നോക്കാൻ കഴിയത്തില്ല. ബ്ലെസ്സിങ് തലയ്ക്ക് പിടിച്ചവൻ അതിൻ്റെ പുറകെ പോകും. അനുഗ്രഹങ്ങളുടെ വർത്തമാനം മാത്രം പറയുന്നവൻ, അവന് കുഞ്ഞാടിനെ നോക്കാൻ നേരമില്ല, അവനെ ഏൽപ്പിക്കാൻ പറ്റത്തില്ല, ദൈവത്തിന് അവനെ ഏൽപ്പിക്കാൻ മനസ്സില്ല. അതുകൊണ്ട് കർത്താവ് പറയാണ്, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? എങ്കിൽ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. 16-ാം വാക്യത്തിൽ വീണ്ടും ചോദിക്കുന്നു, ശിമോനെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ചോദ്യത്തിനകത്തെല്ലാം വ്യത്യാസമുണ്ട്. ഓരോ ചോദ്യത്തിൻ്റെയും വാക്കുകൾക്കകത്ത് വ്യത്യാസമുണ്ട്. നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു. അവിടുത്തെ എംഫസിസ് ഇവയിലധികമായി എന്നുള്ളതാണ്. രണ്ടാം ചോദ്യത്തിലെ എംഫസിസ് എന്നെ എന്നുള്ളതാണ്. ആ ചോദ്യത്തിൻ്റെ അർത്ഥം, നീ നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, വേറൊന്നും നോക്കാതെ ഞാൻ മാത്രം നിൻ്റെ മുമ്പിലിരിക്കുന്നുവോ? എന്നെ മാത്രം നീ സ്നേഹിക്കുന്നുവോ? ഒന്ന്, ഇവയിൽ അധികമായി സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവയിൽ അധികമായെന്നല്ല, അവയെ സ്നേഹിക്കാതെ എന്നെ സ്നേഹിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? ആദ്യത്തേത്, എനിക്ക് ബ്രദറെ എനിക്ക് ഇത്രയും കാശും പൊത്തിനും ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് ദൈവം ഇതൊക്കെ തന്നിട്ടുണ്ട്, എന്നാലും കർത്താവാ എനിക്ക് ഇതിനേക്കാളൊക്കെ വലുത് എന്ന് പറയുന്നത് ഒരു ലോവർ കൈൻഡ് ഓഫ് സ്പിരിച്വാലിറ്റിയാണ്. അടുത്തെന്ന് പറയുന്നത് അറിയാമോ? എനിക്ക് കാറും വേണ്ട, വീടും വേണ്ട, ഐ ഹേറ്റ് ഇറ്റ് ബിക്കോസ് ദ ലവ് ഓഫ് ജീസസ് വെൻ ഇറ്റ് കംസ് ടു മൈ മൈൻഡ്, നത്തിങ് എൽസ് കംസ് ടു മൈ മൈൻഡ്. എൻ്റെ മനസ്സിൽ കാറ് വരുന്നില്ല, വീട് വരുന്നില്ല, പണം വരുന്നില്ല, ധനം വരുന്നില്ല, പദവികൾ വരുന്നില്ല, കസേര വരുന്നില്ല. എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് യേശുവാണ്. ഹല്ലേലൂയ. അതാണ് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നത്. മൂന്നാമത് ചോദിക്കുക, ശിമോനെ നിനക്ക് എന്നോട് മാത്രം പ്രിയമുണ്ടോ? വേറെ ഒന്നിനെയും പ്രിയപ്പെടാതെ നീ എന്നെ മാത്രം പ്രിയപ്പെടുന്നുണ്ടോ? നിൻ്റെ പ്രാണനേക്കാളുപരി നീ എന്നെ പ്രിയപ്പെടുന്നുണ്ടോ? പണത്തെക്കാളുപരിയോ സമ്പത്തിനേക്കാളുപരിയോ ഒന്നുമല്ല, പ്രാണനേക്കാളുപരി. നീ നേരത്തെ പറഞ്ഞല്ലോ, മരിക്കേണ്ടി വന്നാലും നീ എന്നെ പിന്തുടരുമെന്ന് പറഞ്ഞല്ലോ. പക്ഷേ നീ പരാജയപ്പെട്ടു. പക്ഷേ ഇപ്പം ഞാൻ വീണ്ടും ചോദിക്കുക, നീ നിൻ്റെ പ്രാണനേക്കാളുപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈ മൂന്നാമത്തെ ചോദ്യം കേട്ടപ്പോൾ പത്രോസ് ശരിക്കും പറഞ്ഞാൽ തകർന്നുപോയി. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് 3 പ്രാവശ്യം ഏറ്റുപറയുക. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ എത്ര തള്ളിപ്പറഞ്ഞോ അത്രയും തിരിച്ചു പറയാൻ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 3 times he denied Jesus and 3 times he confessed Jesus and he said, I love you more than everything. Even I do not consider my life worthwhile. എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. അവൻ തീർത്ത് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇപ്പം നീ ഒരു പിന്മാറ്റക്കാരനല്ല, ഇനി നിനക്ക് ബ്ലെസ്സിങ് ആവശ്യമില്ല. ഇനി നിനക്ക് എന്താണെന്നറിയാമോ? ഇനി നിനക്ക് മരണമാണ് നല്ലത്. പിന്മാറ്റക്കാരന് മീൻ കൊടുത്തു. പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ പറയുകയാണ്, യു ആർ ഗോയിങ് ടു ഡൈ. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആത്മീക യാഥാർത്ഥ്യമാണിത്.
എപ്പോഴാണ് ദൈവം നമ്മുടെ മരണത്തെക്കുറിച്ച് പറയുന്നത്? യു ആർ ഗോയിങ് ടു ഡൈ എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? നീ മരിക്കാൻ പോകുകയാണെന്ന് പറയുന്നത് നമ്മൾ പിന്മാറ്റക്കാരനായിരിക്കുമ്പോഴല്ല, നമ്മൾ അവനെ മാത്രം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ പറയുന്നു, ഓക്കെ, ദാറ്റ്സ് ഗുഡ്, ദെൻ യു ഹാവ് നോ പ്രോബ്ലം ഡൈയിങ് ഫോർ മീ, റൈറ്റ്? ഹല്ലേലൂയ. യെസ് ലോർഡ്, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നെ മാത്രം സ്നേഹിക്കുന്നുണ്ടോ? നിൻ്റെ പ്രാണനിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസിൻ്റെ തകർച്ചയിൽ അവൻ്റെ മനസ്സിലൂടെ അവൻ്റെ എല്ലാ പരാജയങ്ങളും കടന്നുപോയി. 3 പ്രാവശ്യം അവനെ തള്ളിപ്പറഞ്ഞ് അവൻ ഓർത്തു. ഹല്ലേലൂയ. എന്തിനാണ് പറഞ്ഞു? കർത്താവേ, നീ സകലതും അറിയുന്നു. നീ സകലതും അറിയുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, എൻ്റെ പരാജയത്തെ നീ അറിയുന്നു, എൻ്റെ കഴിവുകേടിനെ നീ അറിയുന്നു, എൻ്റെ ബലഹീനതയെ നീ അറിയുന്നു, നീ സകലവും അറിയുന്നു. യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, എനിക്ക് യേശുവിനോട് ഭയങ്കര സ്നേഹം. എന്നറിയാമോ? ഈവൻ വെൻ ഐ ഫെയിൽ ഐ ക്യാൻ ക്ലിങ് ടു ജീസസ്. എൻ്റെ പരാജയത്തിൻ്റെ സമയത്തും എനിക്ക് കർത്താവിനെ കെട്ടിപ്പിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ യേശുവിൻ്റെ പ്രത്യേകത. അപ്പോഴും എനിക്ക് എന്നിട്ട് പറയാൻ പറ്റും, യെസ് ലോർഡ്, എൻ്റെ പരാജയവും നീ അറിയുന്നു, എൻ്റെ പരാജയത്തിലും നീ എന്നെ കൈവിടുന്നില്ല. പത്രോസ് മടങ്ങി വരാനായിട്ട് യേശു പറഞ്ഞു, യെസ്, നീ മടങ്ങി വരാൻ തയ്യാറായതുകൊണ്ട് ഞാൻ പറയാം, നീ രക്തസാക്ഷിയായി മരിക്കാൻ പോകുകയാണ്. 29-ാമത്തെ വാക്യം പറയുന്നത് അറിയാമോ? ഇതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് കണ്ടു. ഇതിനാൽ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ സകല മഹത്വത്തിൻ്റെയും അന്തിമം എന്താണെന്നറിയാമോ? കർത്താവിന് വേണ്ടി മരിക്കാൻ പറ്റുക എന്നുള്ളതാണ്.